ഒരു മണിക്കൂറിൽ എത്ര നുണ ട്രംപ് കാണിച്ചു തരുന്നു. ജനങ്ങളും സർക്കാരുകളും ഫലസ്തീൻ എന്ന ഉരകല്ല്. മുൻ ചീഫ് ജസ്റ്റിസ് ചോദ്യക്കൂട്ടിൽ. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. ഒരു മണിക്കൂറിൽ എത്ര നുണ ട്രംപ് കാണിച്ചു തരുന്നു. ഐക്യരാഷ്ട്രസഭ എന്ന ആഗോള വേദിയിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമെന്ന് പറയുന്ന US-ൻ്റെ പ്രസിഡന്റ് ഒരു മണിക്കൂർ നീണ്ട പ്രസംഗം നടത്തി. പിന്നെ മാധ്യമങ്ങൾക്ക് തിരക്കിട്ട പണിയായിരുന്നു. ആ മൊഴിമുത്തുകൾ പകർത്തി വാർത്തയാക്കുക, മറ്റ് രാജ്യങ്ങൾക്ക് നേരെ ചൊരിഞ്ഞ ആക്ഷേപം ചൂണ്ടിക്കാട്ടുക, എല്ലാറ്റിനെയും കടന്നാക്രമിച്ച് പറഞ്ഞതൊക്കെ ഉദ്ധരിക്കുക എന്നത് തന്നെ വേണ്ടത്രയുണ്ടായിരുന്നു. യൂറോപ്യൻ നാടുകൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചത് ട്രംപിന് പിടിച്ചിട്ടില്ല. സർവ്വലോക നേതാക്കളെ മുന്നിലിരുത്തി അയാൾ അവരെയൊക്കെ ശകാരിച്ചു. UN-നെയും സ്വന്തം സഖ്യരാഷ്ട്രങ്ങളെയും ഒന്നും വെറുതെ വിട്ടില്ല. മറ്റെല്ലാത്തിനെയും പഴിച്ചു, സ്വന്തത്തെ മാത്രം പുകഴ്ത്തി. ആത്മപ്രശംസയുടെ ആൾ രൂപം. ട്രംപിനും ഭക്തർക്കും ഒഴിച്ച് മറ്റാർക്കും പ്രസംഗം പിടിച്ചില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിമിഷ നേരം കൊണ്ട് നിറഞ്ഞ മീമുകൾ തെളിയിച്ചു. ആഗോള മഹാസേനാപതിക്ക് നിർമ്മിത ബുദ്ധി നൽകുന്ന മെഡലുകളും മഹാബഹുമതികളും സ്ഥാനചിഹ്നങ്ങളും സോഷ്യൽ മീഡിയയിൽ പരന്നു. ചില പത്രങ്ങൾ സംയമനമൊക്കെ വിട്ട് അയാളെ വട്ടിളകിയവൻ എന്ന് തന്നെ വിളിച്ചു. പണ്ട് റിയൽ എസ്റ്റേറ്റ് ഏജന്റായും കരാറുകാരനായും താൻ ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നപ്പോൾ എടുപ്പിച്ച കെട്ടിടമാണ് UN-ൻ്റേത് എന്ന് ഓർമ്മിപ്പിച്ച ട്രംപിനെ ആദ്യമേ എസ്കലേറ്റർ ചതിച്ചു. അദ്ദേഹവും ഭാര്യയും കാലെടുത്ത് വെച്ചപ്പോഴേക്കും അത് തകരാറായി നിലച്ചു. This morning he arrived bright and early with the First Lady, striding onto the escalator for his trip to... Oh, okay. So all right. That's fine. Okay, so the escalator broke. Oh, okay. That's unfortunate. You never want a minor hiccup like that. ഗസയിൽ റിയൽ എസ്റ്റേറ്റ് സ്വപ്നം കാണുന്ന ട്രംപ് UN-ലും നിർമ്മാണ കരാറിന് തയ്യാറാണ്. മറ്റാരെക്കാളും കുറഞ്ഞ ചെലവിൽ താൻ കരാർ പണി ചെയ്യും എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. I bid on the renovation and rebuilding of this very United Nations complex. I remember it so well. I said at the time that I would do it for $500 million, rebuilding everything. It would be beautiful. I used to talk about, I'm going to give you marble floors. They're going to give you terrazza. Okay, wow. Terrazza. I don't know what that is. കെട്ടിടം പണിതത് താനായിരുന്നെങ്കിൽ എസ്കലേറ്റർ കേടുവരില്ലായിരുന്നു. എസ്കലേറ്റർ പോലെ ടെലിപ്രോംപ്റ്ററും അദ്ദേഹത്തെ കണ്ടപ്പോൾ പണി മുടക്കിയത്രേ. As far as I'm concerned, frankly, looking at the building and getting stuck on the escalator, they still haven't finished the job. വരവ് മുടക്കുന്ന എസ്കലേറ്ററും പ്രസംഗം തടയുന്ന ടെലിപ്രോംപ്റ്ററും. അദ്ദേഹത്തെ കേട്ടവർക്ക് തോന്നിക്കാണും, യന്ത്രങ്ങൾക്ക് മനുഷ്യരെക്കാൾ ബുദ്ധിയുണ്ടോ. And then a teleprompter that didn't work. These are the two things I got from the United Nations: a bad escalator and a bad teleprompter. Thank you very much. ഇതെല്ലാം മുറ തെറ്റാതെ വാർത്തയാക്കുന്ന ജോലി തന്നെ പിടിപ്പതുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക്. പക്ഷേ ട്രംപ് ആയതുകൊണ്ട് അവർക്ക് ഒരു അധിക ജോലി കൂടി വന്നു ചേർന്നു. ഫാക്ട് ചെക്ക് എന്ന പണി. ട്രംപിൻ്റെ ഒരിക്കലും നേരാകാനിടയില്ലാത്ത പ്രസ്താവനകൾ മുതൽ കരുതിക്കൂട്ടിയുള്ള വ്യാജങ്ങൾ വരെ വസ്തുതാ പരിശോധന ചെയ്യണം. ടെലിപ്രോംപ്റ്റർ ആരോപണം തന്നെ കള്ളമായിരുന്നു. കാലാവസ്ഥയെപ്പറ്റിയും കുടിയേറ്റത്തെപ്പറ്റിയുമൊക്കെ ട്രംപ് എന്തൊക്കെയോ പറഞ്ഞു. പറഞ്ഞതിൽ വ്യാജങ്ങളുണ്ടോ എന്ന് നോക്കണം. ട്രംപ് ആയതുകൊണ്ട് തിരിച്ചും പറയാം. അദ്ദേഹം പറഞ്ഞതിൽ സത്യം വല്ലതുമുണ്ടോ എന്ന് തിരിയിട്ട് നോക്കണം. അനേകം മാധ്യമ സ്ഥാപനങ്ങൾ, BBC-യുടെ വെരിഫൈ, AP-യുടെ ഫാക്ട് ചെക്ക്, CNN ഫാക്ട് ചെക്ക്, ന്യൂയോർക്ക് ടൈംസ്, ABC ന്യൂസ്, ദ ഗാർഡിയൻ തുടങ്ങി ഒരുപാട് മാധ്യമങ്ങൾ ട്രംപിൻ്റെ പ്രസംഗത്തിൽ വസ്തുത തിരയാൻ ഇറങ്ങി. In an extraordinary speech, he took aim at European countries, saying they were going to hell because of immigration and a failed experiment of open borders. He criticised London's mayor, Sir Sadiq Khan, the first Muslim mayor of a Western capital, and said London wanted to go to Sharia law. A spokesman for the mayor said they wouldn't dignify the president's appalling and bigoted comments with a response. Donald Trump also called climate change the greatest con job perpetrated on the world
and said green energy schemes were a joke. Well, BBC Verify's Nick Beak has been looking at each of his claims. More from him in a moment, but first our North America editor Sarah Smith. ദ ഗാർഡിയൻ പത്രത്തിന്റെ റിപ്പോർട്ടർ റോബർട്ട് ടെയ്റ്റ് ട്രംപിന്റെ വിവിധ പ്രസ്താവനകളിലെ നെല്ലും പതിരും വേർതിരിച്ചു. ട്രംപ് പറഞ്ഞതിൽ സത്യത്തിന്റെ നേർത്ത അംശങ്ങളുണ്ട് എന്ന് കണ്ടെത്തി. ഉദാഹരണത്തിന് ഐക്യരാഷ്ട്രസഭയെപ്പറ്റി ട്രംപ് പറഞ്ഞു അത് സംഘർഷങ്ങൾ ഇല്ലാതാക്കുന്നതിൽ പരാജയമാണെന്ന്. ഫലസ്തീനിൽ വെടിനിർത്തണമെന്ന പ്രമേയം പലവട്ടം പരാജയപ്പെടുത്തിയത് ഇതേ ട്രംപിന്റെ അന്യായമായ വീറ്റോ ആണെന്ന് ഓർക്കുക. UN-ന്റെ പരാജയം വസ്തുതയാണ്, പക്ഷേ അതിന് മുഖ്യ കാരണക്കാരിൽ അമേരിക്കയുണ്ട്. അത് ട്രംപ് പറയുന്നില്ല. The UN has such tremendous potential. I've always said it, but it's not even coming close to living up to that potential. പല യുദ്ധങ്ങളും UN മുൻകൈയിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. നമീബിയ, എൽ സാൽവദോർ, മൊസാംബിക്, കംബോഡിയ തുടങ്ങി അനേകം ഇടങ്ങളിൽ UN ശാന്തിസേനയുടെ പ്രവർത്തനവും നിസ്സാരമല്ല. പരാജയങ്ങളിൽ ഫലസ്തീൻ ഉൾപ്പെടുന്നു. ആ പരാജയത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ള നാടാണ് ട്രംപിൻ്റേത്. Since its founding in 1945, the United Nations succeeded in resolving numerous conflicts and has provided multiple peacekeeping missions. It has successfully ended several wars, notably in Namibia, El Salvador, Mozambique and Cambodia, to name but a few. It has also had notable failures, such as its inability to prevent genocides in Rwanda and Bosnia in the 1990s. It has also failed to resolve the decades-old conflict between the Israelis and the Palestinians. നീതിപൂർവകമായ പരിഹാരങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ട്രംപാണ് ബാലിശമായ അത്യുക്തിയോടെ പറയുന്നത് നൊബേൽ സമ്മാനം അർഹിക്കുന്ന തരത്തിൽ താൻ 7 വൻ യുദ്ധങ്ങൾക്ക് അറുതിയുണ്ടാക്കി എന്ന്. ദ ഗാർഡിയനിൽ റോബർട്ട് ടെയ്റ്റ് പറയും പോലെ സംഘർഷങ്ങൾക്ക് തിരികൊളുത്തുകയാണ് ട്രംപ് ഈയിടെ പോലും ചെയ്തത്. ഇറാനെതിരെ ഇസ്രായേൽ തിരിഞ്ഞപ്പോൾ സമാധാന ചർച്ച നടത്തിയത് ഖത്തറാണ്. ട്രംപ് ആകട്ടെ ഇസ്രായേലിനൊപ്പം ഇറാനെതിരെ തിരിയുകയാണ് ചെയ്തത്. I ended 7 wars, dealt with the leaders of each and every one of these countries, and never even received a phone call from the United Nations. Analysts have assessed the president's claim to have ended several wars as highly problematic. For instance, while a ceasefire brokered with US and Qatari involvement ended 12 days of fighting between Israel and Iran in June, it followed Trump's dramatic decision to bomb Iranian uranium enrichment facilities, which he had previously vowed to address through negotiations. കയ്യൂക്കും ആയുധവും കൊണ്ട് ലോകം ഭരിക്കാൻ ശ്രമിക്കുന്ന ട്രംപ് പറയുന്നു തൻ്റെ ഭരണത്തിൽ എല്ലാം ശുഭമെന്ന്. ലോകത്ത് ഒറ്റപ്പെടുന്നത് പോലും അദ്ദേഹം അറിയുന്നില്ല. 1 year ago, our country was in deep trouble. But today, just 8 months into my administration, we are the hottest country anywhere in the world. And there is no other country even close. America is blessed with the strongest economy, the strongest borders, the strongest military, the strongest friendships, and the strongest spirit of any nation on the face of the earth. This is indeed the golden age of America. ലോകത്തിൻ്റെ പരിഹാസപാത്രം അപക്വമായ നിലപാടും വിടുവായത്തവുമായി സ്വന്തം നാട്ടിൻ്റെ താല്പര്യം പോലും സയനിസത്തിന് പണയപ്പെടുത്തിയയാളായി അമേരിക്ക പോലും ട്രംപിനെ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഭൂരിപക്ഷം നിരാശരാണ് എന്ന് പുതിയ കണക്കുകൾ. Everyone says that I should get the Nobel Peace Prize for each one of these achievements. അർഹതയില്ലായ്മ സമാധാന നൊബേലിനുള്ള അർഹതയാകുന്ന ഇക്കാലത്ത് ട്രംപിനും കിട്ടിയേക്കും അത്. മെഡിസിനിലും അദ്ദേഹം അനർഹത തെളിയിക്കുന്നുണ്ട്. വേദന സംഹാരിയായ ടൈലനോൾ അഥവാ പാരസെറ്റമോൾ ഗർഭസ്ഥ ശിശുക്കളിൽ ഓട്ടിസം ഉണ്ടാക്കും എന്ന് ട്രംപ് പറഞ്ഞത് UN-ലല്ല, ഒരു വാർത്താ സമ്മേളനത്തിലാണ്. ഇത് ഡെയിലി ഷോയിലെ വിശകലനം. Tylenol during pregnancy can be associated with a very increased risk of autism. So taking Tylenol is not good. Don't take Tylenol. Don't have your baby take Tylenol. Don't take Tylenol. There's no downside. Don't take it. Don't take Tylenol. But with Tylenol, don't take it. Nothing bad can happen. It can only good happen. UN-ലെ നൊബേൽ അവകാശവാദത്തെ കവച്ചു വെക്കുന്ന വിഡ്ഢിത്തമാണ് ട്രംപ് പത്രക്കാരോട് പറഞ്ഞതെന്ന് വിവരമുള്ളവർ പറയുന്നു. മാധ്യമങ്ങൾക്ക് മാത്രമല്ല ട്രംപിനെ വിശ്വാസമില്ലാത്തത്. ഡോക്ടർമാരും മറ്റു വിദഗ്ധരും അദ്ദേഹത്തെ തിരുത്താൻ വ്യാപകമായി രംഗത്തിറങ്ങി.
ട്രംപിൻ്റെ വാക്കുകൾക്ക് ജനങ്ങൾ ഇത്ര വിലയെ കൽപ്പിക്കുന്നുള്ളൂ എന്നുകൂടി ഇത് കാണിക്കുന്നു. ലണ്ടൻ നേരിടുന്ന വലിയൊരു പ്രശ്നം UN പ്രസംഗത്തിൽ ട്രംപ് പ്രത്യേകം എടുത്തു പറഞ്ഞു. ലണ്ടനിൽ സാദിഖ് ഖാനാണ് മേയർ. അതുകൊണ്ട് ട്രംപിന് ഉറപ്പാണ് അവിടെ ശരീഅത്ത് നിയമം ഏർപ്പെടുത്താൻ പോവുകയാണ് എന്ന്. Your countries are going to hell. I look at London where you have a terrible mayor, terrible mayor. And it's been so changed. Now they want to go to Sharia law. ലണ്ടനിൽ ഒരു മുസ്ലിം മേയറായതിൽ പിന്നെ തുടങ്ങിയ വ്യാജ പ്രചാരണം US പ്രസിഡന്റ് ലോകവേദിയിൽ ഉന്നയിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താകും? ഈ ആരോപണം പുതിയതല്ല. നിയമജ്ഞർ മുൻപേ അത് തിരസ്കരിച്ചതുമാണ്. മേയർ സാദിഖ് ഖാന്റെ വക്താവ് ഇപ്പോൾ പ്രതികരിച്ചത് ഒരു മറുപടി കൊടുത്ത് ട്രംപിന്റെ ജൽപ്പനത്തിന് മാന്യത നൽകില്ല എന്നാണ്. It was quickly and easily debunked that the legal system would be moving to Sharia law. So that was then. Today, the Mayor of London's office said that these comments didn't really dignify a response. They called them appalling and bigoted. And a government minister said for the record that Trump's claim was false. ട്രംപിന്റെ മറ്റൊരു മൊഴിമുത്ത് ആഗോളതാപനം എന്നൊന്നില്ല എന്നത്രേ. ചിലർ ശാസ്ത്രത്തിന്റെ പേര് പറഞ്ഞ് ലോകത്തെ കബളിപ്പിക്കുകയാണത്രേ. കാലാവസ്ഥാ മാറ്റം വെറും തട്ടിപ്പാണെന്ന്, ഫോസിൽ ഇന്ധനം മതി, ബദൽ ഊർജമൊന്നും ആവശ്യമില്ലെന്ന് 100,000-ഓളം ശാസ്ത്ര പഠനങ്ങളിൽ സ്ഥിരീകരിച്ചതാണ് കാലാവസ്ഥാ പ്രതിസന്ധി എന്നത് ട്രംപിന് വിഷയമല്ല. ട്രംപ് പറയുന്നു, ഒരു UN ഉദ്യോഗസ്ഥൻ 1989 പറഞ്ഞത്രേ കുറേ രാജ്യങ്ങൾ 2000 ആണ്ടോടെ തുടച്ചു നീക്കപ്പെടും എന്ന്. എന്നിട്ട് എന്തായി എന്ന് ട്രംപ്. Another UN official stated in 1989 that within a decade entire nations could be wiped off the map by global warming. Not happening. ഇതും മറ്റൊരു കള്ളം. ഉദ്യോഗസ്ഥൻ പറഞ്ഞത് വളച്ചൊടിച്ചിരിക്കുന്നു. അന്നത്തെ ഈ റിപ്പോർട്ടിൽ ഉള്ളത് 2000-ഓടെ രാജ്യങ്ങൾ ഇല്ലാതാകും എന്നല്ല, മറിച്ച് 2000-ഓടെ പരിഹാരങ്ങൾ തുടങ്ങണം, ഇല്ലെങ്കിൽ പിന്നീട് രാജ്യങ്ങളെ കടലെടുക്കും എന്നാണ്. രാജ്യങ്ങളെ കടലെടുത്ത് തുടങ്ങിയെന്നത് സത്യമാണല്ലോ. ഏതായാലും ഇന്ന് ലോകത്തെ നയിക്കുന്ന നേതാക്കളുടെ നിലവാരം കൂടിയാണ് ഇത്. താൻ പറയുന്നത് ശരി, അത് മാത്രം ശരി എന്ന ഭാവം. പറയുന്നത് കള്ളമായാലും എല്ലാവരും അംഗീകരിക്കണം എന്ന അഹങ്കാരം. എന്തിനും മിടുക്കൻ താനാണെന്ന് ട്രംപ് ആവർത്തിക്കാറുണ്ടല്ലോ. I understand the tax laws better than almost anyone. Who knows more about lawsuits than I do? I'm the king. I know more about offense and defense than they will ever understand. And nobody even understands it but me. It's called devaluation. I understand money better than anybody. ഇന്നും അതേ പല്ലവി തന്നെ. ട്രംപിന്റെ അഭിപ്രായത്തിൽ ഭൂഗോളത്തിൽ ഇന്ന് ഏറ്റവും പീഡനം അനുഭവിക്കുന്ന മതം ക്രിസ്തുമതമാണ്. BBC-യുടെ അഭിപ്രായത്തിൽ ട്രംപ് യൂറോപ്പിൽ കാണുന്ന ഭീഷണി സാംസ്കാരികവും മതപരവുമാണ്. കുടിയേറ്റക്കാർ ഉയർത്തുന്നത് സുരക്ഷാ ഭീഷണിയല്ല, യൂറോപ്പിന്റെ ജുഡിയോ ക്രിസ്ത്യൻ പാരമ്പര്യത്തിനാണ് അവർ ഭീഷണി. മതസ്വാതന്ത്ര്യം ക്രിസ്തുമതത്തിന് പ്രത്യേകമായി അദ്ദേഹം തേടിയത് അതുകൊണ്ടാണ്. ട്രംപ് ലോകത്തിന്റെ ദുസ്ഥിതിയെപ്പറ്റി കുറെ പറയാൻ ശ്രമിച്ചു. പക്ഷെ ഒടുവിൽ സ്വന്തം ചായ്വുകളും മിഥ്യാധാരണകളുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഇങ്ങനെ പരിഹാസ്യനായാലും ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റാണ്. അത് അമേരിക്കയുടെ ദൗർഭാഗ്യം, ലോകത്തിൻ്റെയും.